ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق كافة للناس بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. പരമകരുണയും അളവറ്റ ദയാപരനായ ലോകാലോകങ്ങളെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും അവയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും നിലനിൽപ്പിന് ആധാരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത പരമകാരുണ്യവും അളവറ്റ ദയാപരനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പാപബാധയെ സൂക്ഷിച്ച് ജീവിതം ക്രമീകരിക്കണമെന്നും സ്വന്തത്തോടെ ആദ്യം ഉണർത്തുകയാണ്. നാമൊക്കെ മുസ്ലിമീങ്ങളാണ്. നമ്മൾ മുസ്ലിമായത് ഒരു ഷഹാദത്തിലൂടെ. ആ ഷഹാദത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തെ ഭാഗം, മുഹമ്മദുർ റസൂലുള്ളാഹ് രണ്ടാമത്തെ ഭാഗം. ഈ രണ്ട് ഭാഗവും പൂർത്തീകരിച്ചാൽ മാത്രമേ ഒരാൾ മുസ്ലിമാവുള്ളൂ. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത് ഈ ഷഹാദത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ളതാണ്. പ്രവാചകന്മാർ എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത്. പിന്നെ പ്രവാചകന്മാർ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാത് കാലത്തെ പ്രവാചകനുള്ള വിശ്വാസമായിരിക്കും രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തെ ഭാഗം ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് വന്ന മുഴുവൻ അംബിയാ മുർസലുകളും ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഈ ഭൂമി ലോകത്ത് വെച്ച് ഏറ്റവും മഹത്തായ ഉത്കൃഷ്ടമായ കലിമത്താണ് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഞാനും എൻ്റെ മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും വിശിഷ്ടമായ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്.
എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരുന്നു. നബി അലൈഹിസ്സലാം മുതൽ ഇനി അവസാന കാലത്ത് ജനിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ശരീഅത്തിന്റെ ആദ്യത്തെ ഷഹാദത്ത് അതിലായിരുന്നു സാക്ഷിത്വം. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇത് അംഗീകരിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കണം. എങ്ങനെയാ കാണാൻ സാധിക്കുന്നത്? അവന്റെ ജീവിതത്തിൽ അള്ളാഹു പലതരത്തിലുള്ള വിഷയങ്ങൾ ഘട്ടഘട്ടമായി നൽകുന്ന സമയത്തെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ വല്ലതും അവന്റെ ജീവിതത്തിൽ നിന്ന് വന്നു പോകുന്നുണ്ടോ എന്ന പരീക്ഷണം അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ചില സമയത്ത് രോഗം കൊണ്ടായിരിക്കും, ധനനഷ്ടമായിരിക്കും, സന്താനങ്ങളുടെ ഇല്ലായ്മയായിരിക്കും, അല്ലെങ്കിൽ ധാരാളിത്തമല്ല, പല രീതിയിലും ഉണ്ടാകും. കുറേ സന്താനം ഒന്നുമില്ല, ഉള്ളവർക്ക് രോഗം, ഇങ്ങനെ പല രീതിയിൽ. അപ്പോ ചിലപ്പോൾ ഒന്ന് മാത്രം, ആ ഒന്നിന് വല്ലാത്ത പ്രതിസന്ധികൾ വന്നു, പരീക്ഷണമാണ്. ഡോക്ടറെ അടുത്തൊന്നും കാണിച്ചിട്ട് മാറുന്നില്ല, രോഗം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ അടുത്തുള്ള ആൾ പറയും, ഇന്ന സ്ഥലത്ത് ഇന്നൊരാളുണ്ട്, നിങ്ങൾ അവിടെ പോയി. അങ്ങനെ അവിടെ പോയി നോക്കിയാൽ എന്തുവായിരുന്നു രോഗത്തിനുള്ള മാറ്റം. അയാൾ എന്തെങ്കിലും മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. അയാൾ കണ്ടാൽ തന്നെ എന്നാൽ തന്നെ മാറുന്നു. ഒന്നും പറ്റുള്ളൂ. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്, ഔഷധമുണ്ട്. നിങ്ങൾ ചികിത്സിക്കുക, അതാണ് ശരിയാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഭാഗം മാത്രം സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരുദ്ധമായ എന്തെല്ലാം മേഖലകളിലേക്ക് മനുഷ്യൻ പോകാൻ സാധ്യതയുണ്ടോ എല്ലാത്തിലും നമ്മെ ഇങ്ങനെ നടത്തുമല്ല. എന്നിട്ട് അത് മുഖേന അല്ലാഹു ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്ന് അല്ലാഹു തെരഞ്ഞെടുക്കും. അപ്പൊ പ്രബോധനം ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞു. സൂറത്തുൽ അൻആമിൽ ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം ഈ പ്രവാചകന്മാരുടെയൊക്കെ പേര് തന്നെ എഴുതി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഇവരിൽ ആരെങ്കിലും, ഈ മഹാന്മാരായ പ്രവാചകന്മാർ, ഇവരിൽ ആരെങ്കിലും ഒരാൾ ശിർക്ക് വെച്ചാൽ പിന്നെ അവരുടെ ഒരു പ്രവർത്തനത്തിന് ഒരു വിലയും ഉണ്ടാവുകയില്ല. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ചു, ആരെക്കുറിച്ചാണ് പറയുന്നത്? മഹാന്മാരായ പ്രവാചകന്മാർ. അല്ലാഹു ഈ ഭൂലോകത്ത് ആദം സന്തതികളിൽ നിന്ന് തെരഞ്ഞെടുത്ത ആളുകൾ, അവരുടെ അവസ്ഥയാണത്. അവരെ പറ്റി പറഞ്ഞതിന് ശേഷം പറയുന്നത്, ഇവരിൽ ആരെങ്കിലും ശിർക്ക് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പിന്നെ എല്ലാം ഒരു ബന്ധുവായിരുന്നു. അതാണ് ഷഹാദത്തിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം സഹോദരങ്ങളെ, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നതിനുള്ള സാക്ഷിത്വമാണ്. എന്താണ് മുഹമ്മദുൻ റസൂലുള്ളാഹ്? ആരാണ് പ്രവാചകൻ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താണ്? വിശുദ്ധ ഖുർആനിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ആ പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾ പറയുന്നതായിട്ട് കാണാം. എല്ലാ സ്ഥലത്തും അല്ലാഹു അഭിസംബോധന ചെയ്യുന്നത് ഒരു അഭിസംബോധന രീതിയാണ്. പല സ്ഥലങ്ങളിലും പലതും കാണാമെങ്കിലും മറ്റുള്ള പ്രവാചകന്മാർക്ക് അവരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് യാ ഈസ ഇബ്നു മറിയം, ഓ ഈസ, യാ മൂസ, യാ ഇബ്രാഹിം, യാ നൂഹ് ബിസലാമിൻ മിന്നാ വ ബറകാത്തിൻ അലൈഹി, ഇങ്ങനെ എമ്പാടും പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ പ്രവാചകനെ മുഹമ്മദുൻ റസൂലുള്ളാഹി അഭിസംബോധന ചെയ്യുമ്പോൾ അല്ലാഹു അഭിസംബോധന ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാമോ? യാ അയ്യുഹൻ നബിയ്യു, ഓ പ്രവാചകനെ. അഭിസംബോധന നോക്കൂ, അല്ലാഹുവാണ് അഭിസംബോധന ചെയ്യുന്നത്. അല്ലാഹുവാണ് അഭിസംബോധന ചെയ്യുന്നത്. അല്ലാഹു അഭിസംബോധന ചെയ്യുന്ന രീതി പേര് വിളിച്ചുകൊണ്ടല്ല പല സ്ഥലങ്ങളിലും, മറിച്ച് ധാരാളം സ്ഥലങ്ങളിൽ നമുക്കത് കാണാം. യാ അയ്യുഹൻ നബിയ്യു,
പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചു എന്നുള്ളതാണ്. അവരുടെ കൂട്ടത്തിൽ തന്നെപ്പെട്ട ഒരു പ്രവാചകനെ നിയോഗിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അല്ലാഹുവിന്റെ ആയത്തുകൾ അദ്ദേഹം അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. മാത്രമല്ല ആ ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ അദ്ദേഹം സംസ്കരിക്കുന്നു. അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതിനു മുമ്പ് അവർ വ്യക്തമായ വഴികളിലായിരുന്നു, അഥവാ വലിയ വഴികളിലായിരുന്നു. അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധമില്ലായിരുന്നു. അർത്ഥമില്ലാത്ത ഒരു ജീവിതം നയിച്ചാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാക്കി തൊട്ടതും പിടിച്ചതുമൊക്കെ വർഷങ്ങൾക്ക് വേണ്ടി യുദ്ധങ്ങൾ നടത്തിയിരുന്ന മദ്യത്തിനും മദിരാക്ഷിയിലും ചൂതാട്ടത്തിലും ജീവിതത്തിന് ഒരർത്ഥവുമില്ലാതെ ജീവിച്ച ഒരു വിഭാഗമാണ്. അവരെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ നിയോഗിച്ചയച്ചത് എന്ന് അല്ലാഹു പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, ഈ പ്രവാചകൻ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആരായിരിക്കണം? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. അല്ലാഹു റസൂൽ പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും ഈമാനുള്ളവരാവുകയില്ല, സത്യവിശ്വാസികളാവുകയില്ല, ഏതുവരെ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഞാൻ അവന്റെ പ്രിയങ്കരനായി തീരുന്നത് വരെ, നാം അവന്റെ പ്രിയപ്പെട്ട ആളായി തീരുന്നത് വരെ വിശ്വാസിയാവുകയില്ല. ആരെക്കാൾ? സ്വന്തം മക്കളെക്കാൾ, പിതാക്കളെക്കാൾ അല്ല, ജനങ്ങളിൽ ആരെക്കാളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ആ രീതിയിലായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടത്. അവരൊക്കെ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ച ആളുകളായിരുന്നു. കൂട്ടത്തിൽ ഒരിക്കൽ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രവാചകൻ ഇത്തരത്തിൽ പറഞ്ഞത്. അപ്പോൾ പിന്നെ കൈ പിടിച്ചിട്ടുണ്ട്, എന്നിട്ട് ഒരു ബൈഅത്ത് ചെയ്യുന്നത് പോലെ പറയുകയാണ്. പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇ, എനിക്ക് എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ട ആൾ താങ്കളാണ് റസൂലേ. എന്താണ് പറയുന്നത്? ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇ, എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ട ആൾ താങ്കളാണ്. ഇല്ലാ മിൻ നഫ്സി, എന്നെ കഴിച്ചാൽ പിന്നെ എന്നെ കഴിച്ചാൽ എനിക്ക് പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട ആള് നിങ്ങളാണ് റസൂലേ. പറഞ്ഞു, ഒരായിട്ടില്ല, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, നീ മുഅ്മിനാവുകയില്ല, നിന്നെക്കാൾ നീ എന്നെ ഇഷ്ടം വെക്കുന്നത് വരെ. പറഞ്ഞിരുന്നത് എന്നെ സ്വന്തം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് റസൂലെ നിന്നത് തന്നെയാണ് എന്നാണ് പറഞ്ഞു പറ്റില്ല. സ്വന്തത്തെക്കാൾ എന്നാണ് പറഞ്ഞിട്ട് അർത്ഥം. സ്വന്തത്തെക്കാൾ ഞാൻ പ്രിയങ്കരനായിരിക്കുന്നു. സ്വന്തം ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാവുന്നുണ്ട്. ആ ഇഷ്ടങ്ങളോടും റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ലാത്തതായതുകൊണ്ട് എന്റെ ഇഷ്ടങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. കാരണം എന്താണ്? എന്റെ ഹബീബിന് ഇഷ്ടമല്ല. അപ്പോ പിന്നെ ഞാൻ ബോധിച്ചൊരു കാര്യമില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? എന്റെ ഹബീബിന് ഇഷ്ടമല്ലാത്തത് എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ സഹോദരങ്ങളെ, സുഹൃത്ത് പറയുകയാണില്ല, ഇപ്പോഴുമായിട്ടില്ല. അപ്പോൾ വീണ്ടും പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇപ്പോൾ അല്ലാഹുവാണ്
നഫ്സി, എന്നെക്കാൾ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് റസൂലേ എന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പാണ് ക്ലിയറായത്. ഈമാൻ ക്ലിയറായത് ഇപ്പോഴാണ്. നിന്നെക്കാൾ പ്രിയം വെച്ചുവല്ലോ, ഇപ്പോൾ നീ മുഅ്മിനായി. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ ഷഹാദത്ത് മുസ്ലിമാകലായിരുന്നു, അതിൽ ഒന്നുകൂടെ പടി കൂടിയതാണ്, ഒരു ദർജ കൂടെ കൂടിയതാണ് മുഅ്മിനാവുക എന്നുള്ളത്. മുഅ്മിനാകണമെങ്കിൽ ഷഹാദത്ത് മാത്രം പോരാ, മറിച്ച് ഹുബ്ബ് വേണം. ആരോട് ഹുബ്ബ് വേണം? നമുക്ക് ഈ ദീനിൽ എത്തിച്ചു തന്ന മനുഷ്യനോട് ഹുബ്ബ് വേണം. അതാരാണ് മനുഷ്യൻ? മുഹമ്മദുൻ റസൂലുള്ളാഹ്. ആ റസൂലിനോട് ഹുബ്ബുണ്ടായാൽ മാത്രമേ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് പെടാൻ പറ്റൂ. ഈമാനിന്റെ മാധുര്യം വിശദീകരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. ഇതിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മധുരം രുചിക്കാൻ സാധിക്കും. ഈമാനിന് മധുരമുണ്ട്, ആ മധുരം രുചിക്കുന്നത് ഈ 3 കാര്യങ്ങളിലൂടെയാണ് എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. എന്താണ് ഒന്നാമത്തെ കാര്യം? അല്ലാഹുവും അവന്റെ റസൂലും ആയിത്തീരലാണ്. അല്ലാഹു റസൂലും അല്ലാത്ത എല്ലാത്തിനേക്കാളും പ്രിയങ്കരമായി തീരലാണ്. അല്ലാഹുവും റസൂലും അല്ലാഹു റസൂലും അല്ലാത്ത ബാക്കി എന്തുണ്ടോ അതിനേക്കാളെല്ലാം പ്രിയങ്കരമായി തീരുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈമാനിന്റെ മാധുര്യം അത് മാത്രമല്ല, സൂറത്ത് അഹ്സാബിൽ അല്ലാഹു പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബിയുണ്ടല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ വേണ്ടപ്പെട്ടവരാണ്, പദവി കൂടിയവരാണ്, സ്വന്തത്തെക്കാൾ പദവി കൂടിയതാണ് പ്രവാചകൻ. അപ്പോ നമ്മൾ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്, ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹു ഇതിനോട് തെരഞ്ഞെടുത്ത പ്രവാചകന്മാരുടെ ഒടോടി മനുഷ്യർക്ക് ഹിദായത്ത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, ആ മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് അല്ലാഹു തെരഞ്ഞെടുത്ത ആളുകളാണ്. ഈ ആളുകളിൽ കുറച്ച് ആളുകൾ ഉലുൽ അസ്മുകൾ അറിയപ്പെടും. കുറച്ച് ആൾക്കാരെ മാത്രം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. 25 പ്രവാചകന്മാരെ മാത്രം. ആ 25 ഒരു വിഭാഗം റസൂലേ, നീ അവരെ ക്ഷമിച്ചതുപോലെ ക്ഷമ അവലംബിക്കണം, സഹിക്കണം, സഹിച്ചുകൊണ്ട് നിലകൊള്ളണം എന്ന് അല്ലാഹു റസൂലിനോട് പറഞ്ഞ ആ 5 ആളുകൾ. ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇവരൊക്കെ വരുന്ന 5 പേര്. ആ 5 പേരിൽ അതിന്റെ തലപ്പത്തും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂലിന് ഒരു അഹങ്കാരമില്ല, പറയുന്നതിൽ എന്നാൽ ഒരു ലജ്ജയില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ പറയാം. റസൂലിന് എങ്ങനെ പറയാം? ഞാൻ വലിയ ആളാണെന്ന് റസൂലിന് പറയാൻ പറ്റും. കാരണം എന്താണ്? റസൂലുള്ളാഹിനോട് എന്തൊക്കെയാണോ അല്ലാഹു പറഞ്ഞത് അതെല്ലാം പറയുന്ന റസൂലുള്ളാഹിന്റെ ബാധ്യതയാണ്. റസൂലുള്ളാഹിനോട് എന്ത് പറഞ്ഞോ വലിയ അത് എത്തിച്ചു കൊടുക്കണം. എന്തൊക്കെ എന്തൊന്ന് എന്തൊന്ന് അവതരിച്ചുവോ നിന്റെ റബ്ബിൽ നിന്ന് നിനക്ക് അതെല്ലാം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ് അല്ലാഹു റസൂൽ. അതാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. അവസാന പ്രസംഗത്തിൽ റസൂൽ പറഞ്ഞില്ലേ, ഞാൻ എത്തിച്ചു തന്നോ നിങ്ങൾക്ക്? ചോദിച്ചു. ആ ഉറപ്പിക്കാൻ സഹാബത്തിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ലക്ഷത്തിൽ തരം സഹാബത്തിന് അവരെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞാൻ എത്തിച്ചില്ലേ, ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോ ബലായ റസൂലുള്ളാഹി പറഞ്ഞു, അതേ റസൂലേ, അതേ നിങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ ഓർഡർ
ഇവിടെ ഹാജരില്ലാത്ത ആളുകൾ ആരുണ്ടോ അവർക്കൊക്കെയും ഈ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് എന്നുവരെ മനുഷ്യനുണ്ടോ അന്നുവരെ ഈ സംഭവം തുറന്നുകൊണ്ടേ. സഹോദരങ്ങളെ, ഇനി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ചില ആളുകളുണ്ടായിരുന്നു, സ്വഹാബത്ത് എന്നാണ് അവർ അറിയപ്പെടുന്നത്. സ്വഹാബികളിൽ എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നു. ഇസ്രായേൽ അലൈഹിസ്സലാമക്ക് ഉണ്ടായിരുന്നു, മൂസാ അലൈഹിസ്സലാമക്ക് ഉണ്ടായിരുന്നു. അവരുടെ ഹവാരിയ്യകൾ എന്നാണ് അറിയപ്പെടുന്നത്. وقال الحواريون من أنصاري إلى الله قال الحواريون نحن أنصار الله. പ്രവാചകൻ ചോദിക്കുകയാണ്, من أنصاري إلى الله, ആരാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ എന്നെ സഹായിക്കാനുള്ളത്? അപ്പോൾ ഹവാരികൾ, അവരുടെ സഖാക്കൾ അഥവാ സ്വഹാബികൾ, അവർ പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങളുണ്ട് അല്ലാഹുവിന്റെ സഹായികളായിട്ട് നിങ്ങളുടെ കൂടെ എന്ന് എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ടായിരുന്നു. എന്നാൽ പ്രവാചകന്റെ അനുയായികൾ അതൊരു വേറൊരു രീതിയിലാണ്. മറ്റേ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതിനൊന്ന് രണ്ട് സംഭവങ്ങൾ നമുക്ക് നോക്കാം. ബദറിൽ വലിയ തോൽവിയായിരുന്നു. അത് ഖുറൈശികൾക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഈ മുഹമ്മദ് കൂടെയുള്ള ഈ നഷ്ടാപിച്ച അറുതലുള്ള ജനങ്ങളിൽ ഏറ്റവും വില കുറഞ്ഞാണ് ഈ ആൾക്കാരുടെ കൂടി നമ്മുടെ ഖുറൈശി പ്രമാണികളെ എതിർത്ത് തോൽപ്പിച്ചു. അത് സഹിക്കാൻ പറ്റില്ല. ഉറുദിൽ കാണിച്ചു തരാൻ പറഞ്ഞാണ് അവർ പോയത്. അങ്ങനെ ഉറുദിൽ എത്തി ഏകദേശം വിജയമൊക്കെ ആയി. നേതൃത്വത്തിൽ ഒരു സംഘത്തെ മരമുകളിൽ നിർത്തിയിരുന്നു. അവരോട് പറഞ്ഞു, ഞാൻ പറയാതെ ഇറങ്ങാൻ പാടില്ല, പക്ഷെ യുദ്ധമൊക്കെ ജയിച്ചു എന്ന് ഉറപ്പായി. ഗനീമത്തൊക്കെ ആൾക്കാർ വാരിക്കൂട്ടാൻ തുടങ്ങിയ സമയത്ത് എന്നാ ഗനീമ നമുക്ക് പോകാം, ആ ഗനീമത്ത് വരിക്കൂട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നല്ല ഉദ്ദേശത്ത് പോയതാണ്. പക്ഷേ ചെറിയൊരു അനുസരണക്കേട് ആണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ചെറിയൊരു അനുസരണക്കേട്. ആരെ? മുഹമ്മദിനെ, ഒരു സാധാരണ മുഹമ്മദിനെ അല്ല, റസൂലുള്ളാഹ്. കാരണം എന്താണ്? ആ മുഹമ്മദ് സംസാരിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അവിടെ നീങ്ങാൻ പാടില്ല ഞാൻ പറയാതെ. പക്ഷെ അവർ നീങ്ങി. അതിന്റെ ഫലം അനുഭവിച്ചു. പിന്തിരിഞ്ഞോടി പോയിക്കൊണ്ടിരുന്ന മുശ്രിക്കുകൾ തിരിച്ചു വന്നു, പിൻപലത്തി വരുന്നു. മുഹമ്മദ് നബി വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. പക്ഷേ കൂട്ടത്തിലുള്ള ആളുകൾക്ക് അറിയാൻ വധിക്കപ്പെട്ടിട്ടില്ല എന്ന്. പല ആളുകളും പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം പ്രവാചകന്റെ രക്ഷാകവചം തീർക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഷഹീദായി മരിച്ചു വീഴുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 70 പരം അമ്പുകൾ തറച്ചിരുന്നു. 70 പരം അമ്പുകൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ. 70 പരം അമ്പുകൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തറച്ചാൽ എങ്ങനെ ഉണ്ടാവും? മുള്ളു തറച്ച നമ്മുടെ അവസ്ഥ ഉണ്ടാകും. ഒരു മീനിന്റെ മുള്ളു തൊണ്ടയിൽ കുടുങ്ങി എന്താ നമ്മുടെ അവസ്ഥ? എത്ര നേരം കിട്ടാൻ പറ്റും? സഹോദരങ്ങളെ, അമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ AK-47 70 പരം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ. അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ സറഹു യൻദുറ ഇലാ ഷഹീദിൻ ലാ യംശി അലാ വജ്ഹിൽ അർദ്. ഭൂമിയുടെ മുകളിലുള്ള ഒരു ഷഹീദിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇത് കണ്ടോളൂ. ഫയൻദുർ ഇലാ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോടായി പറഞ്ഞു. അവരുടെ സ്നേഹമാണ്, റസൂലാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അവർ അവരുടെ ജീവനേക്കാൾ സ്നേഹിച്ചതിന്റെ തെളിവാണ്. ഇന്ന് വരെ മുദ്രാവാക്യം പോയി, രക്തം വേണേ രക്തം നൽകാം, ജീവൻ വേണം ജീവൻ നൽകാം എന്ന മുദ്രാവാക്യം. എന്തൊക്കെ ഒരു പ്രതിസന്ധി വന്നു നമ്മൾ ഒരൊറ്റ നിലയാണ് എല്ലാം ഓർക്കുന്നത്. പക്ഷെ ഇതങ്ങനെ യഥാർത്ഥ സ്നേഹം. അതിന്റെ മുമ്പിൽ ജീവനോ രക്തമോ ഒന്നും വരുന്നില്ല. എല്ലാം മനസ്സിലാക്കണം.
അങ്ങനെ സ്നേഹിച്ചവർക്കാണ് എന്തിനേറെ അവർ തമ്മിലുണ്ടായിരുന്ന മാനസികമായ ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കിന്റെ സമയമായാൽ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയും യാ ബിലാൽ, ബിലാലേ ഞങ്ങളെ സന്തോഷിപ്പിക്കൂ, ഞങ്ങൾക്കൊന്ന് തൻകുലം നൽകൂ. ബാങ്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കേൾക്കുമ്പോൾ കൺകുലർന്നയാൾ റസൂൽ പറഞ്ഞു വസ്സലാത്തു ഖുറത്തു ഐനി, എന്റെ കണ്ണിൽ കുളിർമായി ഉള്ളതാണ് നമസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അങ്ങനെ പ്രവാചകൻ ബാങ്ക് വിളിച്ചിരുന്ന ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മദീനയിൽ താമസം മാറ്റുകയാണ് സഹോദരങ്ങളെ. കാരണം എന്താണെന്ന് അറിയുക, പലരും സഹാബത്തിലുള്ള പ്രമുഖരായ പല ആളുകളും വിളിച്ചു നോക്കി. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാരണം എന്റെ ഹബീബില്ലാത്ത മദീനയിൽ ഹബീബിന്റെ പേര് ചെയ്യിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് ബാങ്ക് നിന്ന് പോവുകയാണ്, അങ്ങോട്ട് ബാങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല. മാനസികമായിട്ട് ആ റസൂലുള്ളാഹിയുമായിട്ട് അവരുടെ ബന്ധം എത്രത്തോളമായിരുന്നു എന്നൊരു തെളിവാണിത്. അങ്ങനെ അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹു വീണ്ടും വന്നു മദീനയിലേക്ക്. ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു, ബാങ്ക് കൊടുത്തു. മുഹമ്മദ് റസൂലുള്ളാഹി നിന്നുപോയി. ബാങ്ക് മുഹമ്മദ് റസൂലുള്ളാഹി നിന്നുപോയി. സഹോദരങ്ങളെ, അതായിരുന്നു അവരുടെ സ്നേഹം, അവരുടെ ഹുബ്ബായിരുന്നു. അവർക്ക് റസൂലുള്ളാഹിയുടെ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു ഈമാനികമായിട്ടുള്ള ആവേശം തിളച്ചു വരുമായിരുന്നു അവർക്ക്. അതാണ് അവർക്ക് റസൂൽ. അങ്ങനെ ആയിരിക്കണം റസൂൽ. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിങ്ങളുമായിട്ടുള്ള ബന്ധം എത്രയായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി കേട്ടോ, ഞങ്ങൾക്ക് അദ്ദേഹം എന്നാൽ പ്രിയങ്കരനായിരുന്നു. ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ സന്താനങ്ങളെക്കാൾ, ഞങ്ങളുടെ പിതാക്കളെക്കാൾ, ഞങ്ങളുടെ മാതാക്കളെക്കാൾ, എന്തിനേറെ ദാഹിച്ചു വലഞ്ഞ സമയത്ത് കിട്ടുന്ന തണുത്ത വെള്ളത്തെക്കാൾ ഞങ്ങൾക്ക് അദ്ദേഹം പ്രിയങ്കരനായിരുന്നു. ഈ റസൂലിനെ നമ്മൾ റസൂലായിട്ട് ഷഹാദത്ത് ചെല്ലുകയാണ്. ഷഹാദത്ത് ചെല്ലുന്ന സമയത്ത് നാം ഒരു കരാർ വാങ്ങുകയാണ്. എന്താണ് ആ കരാർ? ആ റസൂലുള്ളാഹി ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതെല്ലാം ഞാൻ സ്വീകരിക്കും. സൂറത്ത് ഹശറിൽ അല്ലാഹു പറഞ്ഞതുപോലെ വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. എന്തൊക്കെയാ പ്രവാചകൻ നിങ്ങൾക്കായി കൊണ്ടുവന്നു തന്നിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക, അതെല്ലാം ജീവിതത്തിൽ പകർത്തുക. എന്തൊക്കെ ആ പ്രവാചകൻ നിങ്ങളോട് വിലക്കിയിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ വർജിക്കുകയും ചെയ്യുക. ഈ കരാറാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായിട്ട് അംഗീകരിക്കുമ്പോൾ, ഷഹാദത്ത് ചെല്ലുമ്പോൾ നാം ഒക്കെയും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കരാറാണ് സഹോദരങ്ങളെ. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയും വേണം. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ആദ്യം ഞാൻ ഓർമ്മിച്ച ആയത്തിൽ അല്ലാഹു പറയുകയാണ്. സൂറത്ത് ഹുജറാത്തിലുള്ള ആയത്താണ്. ആരാണ് മുഅ്മിനീങ്ങൾ, ആരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാണ് ആയത്തിൽ അല്ലാഹു പറയുന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ. വിശ്വാസികൾ ഇവർ മാത്രമാകുന്നു. ഇന്നമ എന്ന ഹസ്റിന്റെ പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. ഇവർ മാത്രമാണ് വിശ്വാസികൾ. ആരാണവർ? അല്ലദീന ആമനൂ ബില്ലാഹ്, അല്ലാഹുവിൽ ഈമാൻ വെക്കുന്ന ആളുകളായിരിക്കും അവർ. വറസൂലിഹി, അല്ലാഹുവിൽ മാത്രമല്ല അവരുടെ ഈമാൻ. വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിലും ഈമാൻ ഉണ്ടായിരിക്കണം. സുമ്മ ലം യർതാബൂ, പിന്നെ അവരുടെ ഈമാനിൽ ഒരു സംശയവും അവർക്കുണ്ടാകാൻ പാടില്ല. വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം, അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും അവർ ത്യാഗ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും, ജിഹാദ് നടത്തിക്കൊണ്ടേയിരിക്കും. ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാകുന്നു സത്യസന്ധരായ വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികൾ.
ഷഹാദത്ത് ഓർമ്മിക്കണം. നമ്മളൊക്കെ ചെല്ലിയതാണ്, ദീർഘകാലമായിട്ട് ചെല്ലിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ചെല്ലിയതുകൊണ്ട് മാത്രമായില്ല, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം മാറണം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അൻബിയാഇ വൽ മുർസലീൻ വമൻ സാറ അലാ നഹ്ജിഹി വസ്തഖന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ വബഅദ്. ഉസീകും ബിതഖ്വല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അതറിയായ സത്യവിശ്വാസികൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ പാലിച്ചു കൊടുക്കണം. അവനെ സൂക്ഷിച്ചുകൊണ്ട് പാപബാധയിൽ നിന്ന് പരമാവധി വിട്ടുനിന്നുകൊണ്ട് യഥാർത്ഥ പദ്ധതികളായി ജീവിതം ക്രമീകരിക്കുന്നതിനും സ്വന്തത്തോടെ ഒന്നുകൂടി എല്ലാ ഉറവിടത്തെയും മാറുന്നു. ഇത് റബീഉൽ അവ്വൽ മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണ്, മരിച്ച മാസവുമാണ്. ഇതിൽ ചരിത്രകാരന്മാരെ ഡേറ്റ് രേഖപ്പെടുത്തിയപ്പോൾ മരിച്ചതിന് കറക്റ്റായിട്ടുള്ള ഡേറ്റ് 12 ഒരു സംശയം ഇത്തിഫാഖാണ്, ഇജ്മാ അയിമ്മത്തുൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ, മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ മരിച്ചതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം 9, ജനിച്ചത് മരിച്ചതിൽ 12, ജനിച്ചതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം 9. ഒന്ന് മുതൽ ഇങ്ങോട്ട് ഏകദേശം ഡേറ്റുകളൊക്കെ ജനിച്ചതിൽ പറയപ്പെടും. മരിച്ചു എന്നുള്ളത് ഉറപ്പാണ്. ഈ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗമി യൗമിൽ ഇത്നൈൻ, റസൂലുള്ളാഹിയുടെ ഒരിക്കൽ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ പറ്റി ചോദിച്ചു. റസൂൽ പറഞ്ഞു, ദാലിക യൗമുൻ വുലിദ്തു ഫീഹി, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. നോമ്പ് ഇസ്ലാമിൽ അങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കാൻ മിക്കവാറും നോമ്പാണ്. സന്തോഷം പ്രകടിപ്പിക്കാൻ നോമ്പായി ഇസ്ലാം. നോക്കൂ, നമ്മൾ സൂറത്ത് യൂനുസിൽ കാണാം, യാ അയ്യുഹന്നാസ് ഖദ് ജാഅക്കും മൗഇദത്തും മിർ റബ്ബിക്കും. ഖുർആന്റെ അവതരണത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. എന്താ കാരണം? നിങ്ങൾ പറഞ്ഞു ഫില്ലാഹി അതിനാൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. എന്തിനാ സന്തോഷം? ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങി റമദാൻ മാസത്തിലാണ്. ഫലിദാലിക ഫല്യഫ്റഹു എന്ന് സൂറത്ത് യൂനുസിൽ പറഞ്ഞ അതേ സംഗതി ഇവിടെ പറയുകയാണ്. ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. ആയതിനാൽ ആരെങ്കിലും ആ റമദാനിൽ നോമ്പ് എന്താണ് ഖുർആൻ ഇറങ്ങിയ സന്തോഷം. റസൂൽ മദീനയിൽ പോയ സമയത്ത് അവിടെയുള്ള ജൂതന്മാരെ നോമ്പ് നോക്കുന്നു, ആശുറായി മഹറമിന്റെ നോമ്പ് നോക്കുന്നു. അപ്പൊ അവരുടെ ദിവസമല്ല, എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമാണ്. ദിവസം വലിയ പുരുഷന്റെ ദിവസം. അവർ പറയാം അതിനെ ശുക്ർ ചെയ്തുകൊണ്ട് മുസ്ലിം നോമ്പ് നോറ്റു. അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നോക്കുന്നത്. റസൂൽ പറഞ്ഞു, മുസ്ലിമിയോട് നിങ്ങൾക്കാൽ അടുത്തുള്ള ആൾക്കാർ ഞങ്ങളാണ്. ആയതിനാൽ ഞാൻ അടുത്തവരുണ്ടെങ്കിൽ 9 ഞാൻ നടക്കുന്നു എന്ന് റസൂൽ പറഞ്ഞു. അപ്പോൾ ഒരുപടി മുന്നിൽ ഞങ്ങളാണ് നിങ്ങളുമായിട്ട് എന്ന് റസൂൽ പറഞ്ഞു. അവിടെയും മുസ്ലിം ഇസ്ലാമിന് അള്ളാഹു സന്തോഷപ്പെടുന്നു. നോമ്പ് അപ്പൊ ഇസ്ലാമിന് സന്തോഷപ്പെടുന്നത് അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ ചില സഹോദരങ്ങൾ അറിയാതെ കാര്യം മനസ്സിലാക്കാതെ ഇവിടെ നല്ലതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റബീഉൽ അവ്വലിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ റബീഉൽ അവ്വൽ 12 മിക്കവാറും സ്ഥലങ്ങളിൽ തിങ്കളാഴ്ചയാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. ഏകദേശം സ്ഥലങ്ങളിൽ ഇവിടെ 13 പറയുന്നത്, പിന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ചയും റബീഉൽ അവ്വൽ പിന്നെ തിങ്കളാഴ്ച റസൂലുള്ളാഹി ജനിച്ച ദിവസം എന്ന് പറയുന്ന ദിവസം ഒന്നിച്ചു വന്നു. എന്ത് ചെയ്യും?
യഥാർത്ഥ മഹിബികൾ എന്ത് ചെയ്യും? എല്ലാം ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പോ ഡ്യൂപ്ലിക്കേറ്റ് എന്ത് ചെയ്യും? അവൻ അന്നടാക്കണം, നല്ലോണം ഉണ്ടാക്കി ബാക്കിയുള്ള ബുദ്ധിയുള്ള കാര്യം റസൂൽ പറഞ്ഞു. അത് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ഇത് നല്ലതായ മോശമല്ലല്ലോ. ഇതാണ് നല്ലതായ മോശം സഹോദരങ്ങളുടെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു വിഭാഗമാണ്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നതായി പറയും. ആരെ സ്നേഹിക്കും? ഇവരൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹിയെ മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾ ആണ് എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാ തന്റെ ഇമാം ശാഫിഈ പറയുന്ന ചെറിയ കവിതാ സമാഹാരമുണ്ട്. അത് ഇമാം ശാഫിഈ റഹിമഹുല്ലാ പറയുകയാണ്, നീ അള്ളാഹനെ ധിക്കരിക്കുന്നു. അള്ളാഹ് പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് നീ ചെയ്യുന്നു. എന്നിട്ട് നീ പറയുന്നു എനിക്ക് അള്ളാഹുവിന്റെ സ്നേഹമാണ്. ഇത് അസംഭവ്യമാണ്. ഇതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുക, എന്നിട്ട് അയാൾ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ചെയ്യുക, അതൊരിക്കലും സംഭവ്യമല്ല. ഇതൊരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. എന്നിട്ട് ഷഫീമ പറയുക, നീ പറയുന്ന സ്നേഹമുണ്ടല്ലോ, അതെങ്ങാനും സത്യസന്ധമാണെങ്കിൽ നീ ആരെയാണോ സ്നേഹിക്കുന്നത് അയാൾ പൂർണ്ണമായിട്ടും അനുസരിക്കും. അതങ്ങനെ തന്നെ ഒരു ഭാര്യ ഭർത്താവിനോട് ഭയങ്കര സ്നേഹം, ഭർത്താവ് പറയുന്നത് ഒന്നും കഴിവില്ല, അങ്ങനെ ഒരു സ്നേഹം ഉണ്ടാവില്ല. ഉപ്പാനോട് ഭയങ്കര സ്നേഹമാണ്, ഉപ്പ പറയണോ വൈകിട്ട് പോകില്ല, തിരിഞ്ഞു പോകില്ല, അങ്ങനത്തെ സ്നേഹം. അങ്ങനെ സ്നേഹിക്കാൻ നമ്മളുണ്ടാവും ഇല്ല. അതെന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലാഹു റസൂലിനോട് പറയാൻ പറയുകയാണ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്നെ ഇത്തിബാഅ ചെയ്തോ, ഞാൻ എങ്ങനെ ജീവിച്ചോ അതുപോലെ നിങ്ങളും ജീവിച്ചോ. ഇത് കേട്ട് പഠിച്ച സഹാബത്തിന്റെ സ്ഥിതി എന്താണ്? അള്ളാഹുവിനൊക്കെ ചില സ്ഥലത്ത് കൂടി പോകുന്ന സമയത്ത് ഒന്ന് വഴുതാൻ വേണ്ടി നോക്കുന്നതാണ്. കാരണം പറഞ്ഞതാണ്, റസൂൽ പെട്ടെന്ന് ചെറുങ്ങനെ ബർഗർ ചിക്കനും റസൂൽ ഒരു സ്ഥലത്ത് ബർഗർ ചിക്കനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ബർഗർക്ക് വേണ്ടി നോക്കി പോയി. എന്താണോ റസൂൽ ചെയ്തതൊക്കെ ഞാൻ മനസ്സിലാക്കി. അതാണ് അവരുടെ എത്തിഭാഗം. ആ രീതിയിൽ അതുകൊണ്ടാണ് മുത്തബി റസൂലുള്ളാഹി എന്ന പേരിലാണ് അറിയുന്നത്. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഹ്ഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം ചെറുതും വലുതുമായ എല്ലാ ന്യൂനതകളും തെറ്റുകുറ്റങ്ങളും അല്ലാഹുവിന്റെ മഹ്ഫമായ കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اقول قولي هذا واستغفر الله العظيم لي ولكم ولسائر المسلمين فاستغفروه من كل ذنب انه هو الغفور الرحيم. ولذكر الله اكبر والله يعلم ما تصنعون.